നിലമ്പൂർ വഴിക്കടവ് വെള്ളക്കെട്ടയിൽ പന്നിക്കണിയിൽ നിന്ന് ഷോക്കേറ്റ് വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ ഒരാൾ കസ്റ്റഡിയിലായി. വഴിക്കടവ് സ്വദേശിയാണ് കസ്റ്റഡിയിലുള്ളത്. വഴിക്കടവ് പോലീസ് ഇയാളെ ചോദ്യം ചെയ്തു വരുന്നു. ബിപിൻ സി വിജയൻ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ നിന്ന് ചേരുകയാണ്. ബിപിൻ, ഈ കസ്റ്റഡിയിലുള്ള ആളിന്റെ പേര് നമുക്ക് പുറത്തുവിടാൻ കഴിയുമോ? യെസ്, വഴിക്കടവ് സ്വദേശിയായിട്ടുള്ള വിനീഷാണ് ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. ഇയാൾ ഈ പന്നിയിറച്ചിക്ക് വേണ്ടി ഇത്തരത്തിൽ വൈദ്യുതി എടുത്ത് അവിടെ കമ്പിവേലിയിൽ കൊടുത്ത് ഒരു പന്നിയെ പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കെണി ഒരുക്കുകയായിരുന്നു ലക്ഷ്യം എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. ചോദ്യം ചെയ്യൽ നടന്നു വരികയാണ്. അല്പസമയത്തിനകം തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നതിലേക്ക് ഉൾപ്പെടെ ഉള്ള കാര്യങ്ങളിലേക്ക് കടക്കുമല്ല. അപ്പോൾ ഇത് തോട്ടം സംരക്ഷിക്കുക അല്ലെങ്കിൽ അവിടേക്ക് പന്നി കടക്കുന്നത് തടയുക എന്നുള്ളതായിരുന്നില്ല ലക്ഷ്യം എന്നുള്ളത് കുറച്ചുകൂടി വ്യക്തമാവുകയാണ്. പന്നിയെ പിടിക്കുക, അതിനെ വ്യാവസായിക അടിസ്ഥാനത്തിൽ പണത്തിനു വേണ്ടി അതിന്റെ ഇറച്ചി വിൽപ്പന നടത്തുക എന്നുള്ളതായിരുന്നു ഈ പ്രതിയുടെ ലക്ഷ്യം എന്നുള്ളത് മനസ്സിലാവുന്നത്. ഒരാളാണ് ഇപ്പോൾ ഈ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. വഴിക്കടവിലുള്ള സ്വദേശിയാണ്. ഇതിനു മുൻപ് ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ചും പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഈ സംഭവം നടന്നതിന്റെ തൊട്ട് ഏകദേശം ഒരു 200 മീറ്റർ അപ്പുറത്തേക്ക് ഫോറസ്റ്റ് ആണ്. ആ വനത്തിനോട് ചേർന്നിട്ടുള്ള ഒരു വൈദ്യുതി പോസ്റ്റ് ഉണ്ട്. ആ വൈദ്യുതി പോസ്റ്റിൽ നിന്നാണ് വൈദ്യുതി മോഷ്ടിക്കുകയും ഇത്തരത്തിൽ അത് അവിടെ ഉണ്ടായിരുന്ന ഫെൻസിംഗ് കമ്പിയിലേക്ക് ഈ വൈദ്യുതി കൊടുക്കുകയും ചെയ്തത്. അപ്പോൾ നമുക്ക് മനസ്സിലാവാൻ കഴിയും അത് അത്രത്തോളം പവർഫുൾ ആയിട്ടുള്ള ഒരു വൈദ്യുതി ആയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് അതിലേക്ക് കാൽ തൊട്ടപ്പോൾ തന്നെ വലിയ അപകടം സംഭവിക്കുകയും ഷോക്കേറ്റ് തെറിച്ചു പോവുകയും ചെയ്തത്. അനന്തുവിനെയും മാത്രമല്ല, ആ പ്രദേശത്ത് അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കൾ ഉൾപ്പെടെയുള്ള 3 പേർക്ക് ഇത്തരത്തിൽ അപകടം സംഭവിച്ചിട്ടുണ്ട്. അവരൊക്കെ ഇപ്പോൾ അപകടനില തരണം ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഈ പരിക്കേൽക്കുന്ന അനന്തു ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതിന് മുൻപ് തന്നെ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. ബോധപൂർവം ഒരു അപകടം ഉണ്ടാകുമെന്ന് അറിഞ്ഞുകൊണ്ട് ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്തു എന്നുള്ളതാണ് എഫ്ഐആറിലും പറഞ്ഞിരിക്കുന്നത്. അതിലെ ഒരു പ്രധാന പ്രതി ആയിട്ടുള്ള ആൾ കസ്റ്റഡിയിലായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായി ലഭിക്കുന്ന വിവരം. കൂടുതൽ ഇനി പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളെ കാണും എന്നുള്ളത് കൂടി ഈ ഘട്ടത്തിൽ മനസ്സിലാവുന്നുണ്ട്. SK.